ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡെസേർട്ടാണ്, മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ്. ഇത് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിനകത്തേക്ക് 1/2 ലിറ്റർ അളവിന് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് ചേർത്ത ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നത്. കൂടെ തന്നെ 5 ടേബിൾ സ്പൂൺ അളവിന് ഷുഗറും 5 ടേബിൾ സ്പൂൺ അളവിന് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിനുശേഷം ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്ന് ഇത് കൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു മിക്സ് ചൂടാക്കി തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് കൂടി ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു മിക്സ്. അപ്പം ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇത് നമുക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ പുഡിങ്ങൊക്കെ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സെറ്റ് ചെയ്യേണ്ട പാത്രം റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ ഈ ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ പുഡിംഗ് മിക്സ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ചൂട് മാറി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് നല്ല സെറ്റായിക്കോളും. അതിനുശേഷം നമ്മളിത് കുറച്ച് സമയം ഫ്രിഡ്ജിലൂടെ വെക്കുന്നുണ്ട്. ശേഷമാണ് നമ്മളെടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു മിൽക്ക് പുഡിംഗ് മിക്സ് 3 to 4 hours ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയ പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂണോ അല്ലെങ്കിൽ സ്പാറ്റിലോ ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഡീമോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിൽക്ക് പുഡിംഗ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ അല്പം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ആ പാൽപ്പൊടിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പുഡിംഗ് പീസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുവാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി പീസസും കൂടി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്